ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ഇന്ത്യയുടെ ദ്വിതീയ അപ്പസ്തോലൻ, 1506 ജനിച്ച് 1552 നിത്യതയിലേക്ക് യാത്രയായ ഒരു മഹാവിശുദ്ധൻ. വിശുദ്ധ തോമാസ് ശ്ലീഹ കഴിഞ്ഞാൽ ഭാരതത്തിലെ ജനതയെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാവിശുദ്ധൻ. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൻ്റെ തീക്ഷ്ണത ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ. ഒരുപക്ഷെ അപ്പസ്തോലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇത്രമാത്രം ആളുകളെ സ്വാധീനിക്കാൻ പാകത്തിൽ ലോകമെമ്പാടും പറന്നു നടന്ന് സഞ്ചരിച്ച ഒരു മഹാപ്രേഷിതൻ. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ നാൾ വഴികളിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യുകയാണ്. 1506 സ്പെയിനിലെ നവാരിയിൽ ജനിച്ച ഒരു മഹാവിശുദ്ധൻ. കേവലം 46 വത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ചത്. സേവ്യർ മാളികയിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ജുവാൻ ദെ ജാസോ, ഡോണ മരിയ ദമ്പതികളുടെ ഏറ്റവും ഇളയ മകനായിട്ട് അദ്ദേഹം പിറക്കുന്നു. അദ്ദേഹം ജനിച്ച് 9 വർഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 9 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് നിത്യതയിലേക്ക് യാത്രയായി. പ്രഭുകുമാരനെ പോലെ അദ്ദേഹം വളർന്നു വന്നു. ഒരുപാട് മോഹന സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു. ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹം, അതിനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. പിതാവ് ജുവാൻ തന്നെ അന്നത്തെ രാജാവായിരുന്ന, നവാരയിലെ രാജാവായിരുന്ന ജോൺ മൂന്നാമൻ്റെ കൗൺസിലർ എന്ന നിലയിൽ വളരെ ഉന്നതമായ പദവികൾ അലങ്കരിച്ചിരുന്ന വ്യക്തി, സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന വ്യക്തി. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒത്തിരിയേറെ നേട്ടങ്ങൾ ജീവിതത്തിൽ വെട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം തൻ്റെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പാരീസിലേക്ക് യാത്രയാവുകയാണ്. 1524 സെയിൻറ്റ് ബാർബര കോളേജിൽ അദ്ദേഹം തൻ്റെ ഉപരിപഠനം ആരംഭിക്കുന്നു. വിഖ്യാതമായ ഈ കോളേജിൽ ഒത്തിരിയേറെ മോഹന സ്വപ്നങ്ങളുമായിട്ട്, ആകാശത്തോളം ഉയരുന്ന സ്വപ്നങ്ങൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് തൻ്റെ ജീവിതം അങ്ങനെ ആരംഭിക്കുകയാണ്. ബഹുമിടുക്കനാണ് പഠനത്തിൽ. ബുദ്ധിവൈഭവത്തിൽ മിടുക്കനായ ഈ ചെറുപ്പക്കാരൻ തൻ്റെ പഠനം മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നേടിയെടുക്കാനുണ്ട് എന്നുള്ള മോഹം അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. 1528 തൻ്റെ പഠനം പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി പാരീസ് സർവകലാശാലയിൽ തന്നെ പ്രൊഫസറായിട്ട് അദ്ദേഹം നിയമിതനാവുകയാണ്. അരിസ്റ്റോട്ടേലിയൻ ഫിലോസഫിയിൽ പ്രത്യേക അവഗാഹം നേടിയ ഈ വ്യക്തി ഈ ഫിലോസഫിയുടെ വിഖ്യാതനായ ഒരു പ്രൊഫസറായിട്ട് മാറുന്നു. അങ്ങനെ തൻ്റെ അറിവിൻ്റെ ഒരു സാഗരം വിളമ്പിക്കൊണ്ട് ലോകത്തെ മുഴുവനും തന്നിലേക്ക് ആകർഷിക്കാൻ, ലോകത്തിൽ മുഴുവനും അറിയപ്പെടുന്ന വളരെ വിഖ്യാതനായ ഒരു വ്യക്തിയായിട്ട് എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുൻപോട്ട് നീങ്ങുന്ന വഴിയിലാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അവിടെ എത്തുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അന്ന് 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഫ്രാൻസിസിൻ്റെ ജീവിതവും ശൈലികളുമൊക്കെ ഇഗ്നേഷ്യസിനെ വല്ലാതെ ആകർഷിച്ചു. ഇഗ്നേഷ്യസ് ഒരു ജീവിതത്തിൻ്റെ വ്യക്തമായ പരിവർത്തനത്തിലൂടെ കടന്നു വന്ന മനുഷ്യനാണ്. പട്ടാളക്കാരൻ, മുറിവേറ്റ വഴിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന നാളുകളിൽ കർത്താവിൻ്റെ പ്രത്യേകമായ സ്പർശം അനുഭവിച്ച മനുഷ്യൻ. സുവിശേഷത്തിൻ്റെ വലിയ അഗാധങ്ങളിലേക്ക് കടന്നു വന്ന് ഒരു ഉൾവിളി സ്വീകരിച്ച ഒരു മനുഷ്യനാണ് ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസിൻ്റെ സാന്നിധ്യവും സഹവാസവും സഹചാരിയായി മാറിയ അവസ്ഥയുമൊക്കെ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെയും സാവധാനം സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. ഇഗ്നേഷ്യസ് ഫ്രാൻസിസിനോട് പലതും സംസാരിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ സുവിശേഷത്തിൻ്റെ ആഴമുള്ള സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒത്തിരിയേറെ ലൗകിക സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഫ്രാൻസിസിനെ അതൊന്നും പെട്ടെന്ന് സ്വാധീനിക്കാനിടയായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭൗതികമായ ഒരുപിടി സ്വപ്നങ്ങളുണ്ട്, ഒത്തിരിയേറെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട്.
അതുകൊണ്ട് എന്തുമാത്രം സുവിശേഷത്തിൻ്റെ ചിന്തകൾ ഉള്ളിലേക്ക് ചെന്നിട്ടും അത്രയൊന്നും അദ്ദേഹത്തെ ആദ്യം അത് സ്വാധീനിക്കുന്നില്ല. പിന്നീട് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇഗ്നേഷ്യസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വേദഗ്രന്ഥത്തിലെ ശ്രദ്ധേയമായൊരു സുവിശേഷ ഭാഗം, ഫ്രാൻസിസ്, ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? സാവധാനം ഈ തിരുവചന ഭാഗം ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലേക്ക് അരിച്ചിറങ്ങി തുടങ്ങി. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ തിരുവചനം ആഴത്തിൽ അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചു തുടങ്ങി. ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി ദാഹിച്ച് ഞാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ ആത്മാവിൻ്റെ ഗതി എന്താണ്? എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ഒരു നല്ല കുടുംബത്തിലൊക്കെ ജനിച്ചു, നല്ല കത്തോലിക്ക പാരമ്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ അത്ര കണ്ട് ആത്മീയതയിലൊന്നും വളർന്നിട്ടില്ല. ഭൗതിക മോഹങ്ങൾ അതുപോലെ അടുക്കി ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന് അതൊന്നും അത്ര കണ്ട് പിടികിട്ടുന്നില്ല. ഏതാണെങ്കിലും ശാന്തമായിട്ട് ഈ വചനഭാഗത്തെക്കുറിച്ച് ആഴത്തിൽ അദ്ദേഹം ധ്യാനിച്ചു തുടങ്ങി. ഈ വചനത്തിൻ്റെ ഉള്ളറകളിലേക്ക് സാവധാനം കടന്നു ചെല്ലാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഇഗ്നേഷ്യസിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ പ്രാർത്ഥിച്ചു, നീണ്ട നാളുകൾ പ്രാർത്ഥിച്ചു. ഒരു 5-6 മാസങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ വചനത്തിൻ്റെ വഴിയിലൂടെയുള്ള യാത്ര ഫ്രാൻസിസ് ആരംഭിക്കുന്നത്. ഫ്രാൻസിസ് ഒരു പുതിയ മനുഷ്യനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ചുവടുകളൊക്കെ ഒന്ന് മാറി വെക്കണം, പുതിയ ചുവടുകൾ വെച്ച് മുൻപോട്ട് നടക്കണം എന്ന ഒരു ദർശനത്തിലേക്ക് ഫ്രാൻസിസ് സാവധാനം എത്തിക്കൊണ്ടിരുന്നു. ഈ സഹവാസം പിന്നീട് അങ്ങോട്ട് നീണ്ടു, വർഷങ്ങൾ നീളുന്നൊരു ബന്ധമായിട്ടങ്ങ് മാറി. ഒരു 4 വർഷങ്ങൾക്ക് ശേഷം പുതിയ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ്. ഇഗ്നേഷ്യസ് ലോയോളായും പീറ്റർ ഫാബിയറും ഫ്രാൻസിസ് സേവ്യറും ഉൾപ്പെടുന്ന 7 വ്യക്തികൾ ആദ്യമായിട്ട് 1534 ഓഗസ്റ്റ് 15-ാം തീയതി വ്രതം സ്വീകരിക്കുകയാണ്. ഒരു സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന വ്രത സ്വീകരണം. മോൺമാത്രയിൽ വെച്ച് ഒരുമിച്ച് 7 പേര് വ്രതങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തങ്ങളെ തന്നെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്നീ 3 വ്രതങ്ങളോട് ഒപ്പം ചേർന്ന് മാർപ്പാപ്പായുടെ പ്രത്യേക ദൗത്യം, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുക, അദ്ദേഹത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുക എന്നുള്ള 4ാമതൊരു വ്രതം കൂടി എടുത്തുകൊണ്ട് പുതിയതായിട്ട് ഒരു സന്യാസ സമൂഹത്തിന് അങ്ങനെ തുടക്കം കുറിക്കുന്നു. സൊസൈറ്റി ഓഫ് ജീസസ്, ഈശോ സഭ അങ്ങനെ ആരംഭം കുറിക്കുകയാണ്. ഈശോ സഭയുടെ ആരംഭകരായ ഈ 4 വ്യക്തികൾ, അതിൻ്റെ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള, ഫ്രാൻസിസ് സേവ്യർ എന്ന മഹാ മിഷണറി അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ചുവടുകൾ മുൻപോട്ട് വെച്ച് തുടങ്ങി. 1537 വെനീസിൽ വെച്ച് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുന്നു. അങ്ങനെ പുരോഹിതനായി മാറിയ ശേഷം തൻ്റെ സുവിശേഷത്തിൻ്റെ യാത്ര, സുവിശേഷത്തിൻ്റെ അഗ്നിയാൽ നിറഞ്ഞുകൊണ്ടുള്ള യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. വെനീസ്, ബൊളോഞ്ഞ, റോമ തുടങ്ങിയ പല സ്ഥലങ്ങളിലും അദ്ദേഹം തൻ്റെ സുവിശേഷ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് ശുശ്രൂഷകൾ ആരംഭിച്ചു. ഇങ്ങനെ ഇരിക്കുന്നൊരു വേളയിലാണ് ഇന്ത്യയിലേക്കുള്ള സുവിശേഷ യാത്ര എന്ന ഒരു കാഴ്ചപ്പാട് വരുന്നത്. മാർപ്പാപ്പ പ്രത്യേകിച്ച് നിയോഗിക്കുന്നുണ്ട് ഒരു സംഘത്തെ അതിനുവേണ്ടി തന്നെ. അന്ന് പോർച്ചുഗീസ് ആധിപത്യത്തിലുള്ള ഒരു ഗോവയുണ്ട്. പോർച്ചുഗീസ് ക്യാപിറ്റലായിട്ടന്ന് ഗോവ അറിയപ്പെട്ടിരുന്നു. അവിടെ എത്തിയിട്ട് വേണം ഈ ഒരു സുവിശേഷ ദൗത്യം നിർവഹിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പോർച്ചുഗീസ് മിഷണറിമാർ യാത്ര തിരിക്കുന്നത്. ആദ്യമില്ലായിരുന്നെങ്കിലും പിന്നീട് ഈ ദൗത്യ സംഘത്തിനോടൊപ്പം ഫ്രാൻസിസ് സേവ്യറും ദൈവത്തിൻ്റെ സവിശേഷമായ ഒരു നിയോഗം എന്ന വിധം ചേരുന്നുണ്ട്. 1541 ഏപ്രിൽ 7-ാം തീയതി തൻ്റെ 35-ാമത്തെ ജന്മദിനത്തിൽ ലിസ്ബണിൽ നിന്നും ഫ്രാൻസിസ് സേവ്യർ അന്നത്തെ വൈസ്രോയിയോടൊപ്പം ചേർന്നുകൊണ്ട് 2 ഈശോ സഭ വൈദികരും കൂടി ചേർന്ന് ഇന്ത്യയിലേക്ക് കപ്പൽ കയറുകയാണ്. നീണ്ട നാളുകളുള്ള ഒരു യാത്ര, ഏതാണ്ട് 1 വർഷത്തോളം കപ്പൽ യാത്ര ചെയ്താണ് അവർ അന്നത്തെ പോർച്ചുഗീസ് ക്യാപിറ്റലായ ഗോവയിൽ എത്തിച്ചേരുന്നത്. 1542 മെയ് 6-ാം തീയതി ഗോവയിൽ കപ്പലെടുക്കുന്നു. ഒരു മഹാ മിഷണറി ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തുകയാണ്. പിന്നീട് അങ്ങോട്ട് ആ യാത്ര ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ആളി പടർന്നുകൊണ്ടുള്ള യാത്രയായിരുന്നു. ഗോവയിലെത്തി ഫ്രാൻസിസ് സേവ്യർ സുവിശേഷത്തിൻ്റെ അഗ്നി ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തിയ മനുഷ്യൻ അവിടുത്തെ നാട്ടുഭാഷകളൊക്കെ പഠിച്ചെടുക്കുന്നു.
അങ്ങനെ ആ പ്രദേശത്ത് ഗോവയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് തൻ്റെ സുവിശേഷത്തിൻ്റെ സന്ദേശം ആ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു പിന്നീട് അങ്ങോട്ട്. നീണ്ട പ്രാർത്ഥനയുടെ തപശ്ചര്യയുടെ ഒരു ജീവിതം. രാത്രികളിൽ ഉറക്കമുളച്ചിരുന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. കഠിനമായ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ദുരിതത്തിലും അദ്ദേഹം തൻ്റെ ജീവിതം നയിച്ചു. പകൽ മുഴുവനും സുവിശേഷം പ്രഘോഷണം നടത്തും. സുവിശേഷം അദ്ദേഹം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുകയായിരുന്നു. വാക്കുകളിൽ ഒതുങ്ങാത്ത ഒരു പ്രഘോഷണമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ യാത്രകൾ, നീണ്ട യാത്രകൾ, അതിനിടയിലുണ്ടായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ക്ഷീണവും ഇതൊന്നും അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയില്ല. തമ്പുരാന് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മനുഷ്യൻ, ദാരിദ്ര്യം വ്രതമായി സ്വീകരിച്ചൊരു മനുഷ്യൻ, പ്രഭു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. പക്ഷേ തികഞ്ഞ ദാരിദ്ര്യത്തിൽ നിലത്ത് കിടന്ന് ഉറങ്ങിയും കല്ല് തലയ്ക്ക് വെച്ച് കിടന്ന് രാത്രി തൻ്റെ വിശ്രമം നടത്തിയുമൊക്കെ അദ്ദേഹം മുൻപോട്ട് യാത്ര ചെയ്യുകയാണ്. പലയിടങ്ങളിലൂടെയുള്ള യാത്ര, ഇന്ത്യയിലും ശ്രീലങ്കയിലും മലയിലും ജപ്പാനിലുമൊക്കെ ആ യാത്ര തുടരുന്നുണ്ട്. ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായുടെ ഖബറിടം സന്ദർശിക്കുന്നു. ആ ദിവ്യശക്തി തൻ്റെ ഹൃദയത്തിലേക്ക് വീണ്ടും ഏറ്റുവാങ്ങിക്കൊണ്ട് അഗ്നി നിറഞ്ഞ മനുഷ്യനായിട്ട് മാറുന്നു. ഗോവയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കടലോരങ്ങളിലൂടെ തെരുവുകളിലൂടെ മണികിലുക്കിക്കൊണ്ട് കുട്ടികളെയും യുവജനങ്ങളെയും ഒക്കെ അദ്ദേഹം ആകർഷിക്കും. എന്നിട്ട് അവരോട് സുവിശേഷത്തിലെ ഈശോയെക്കുറിച്ച് പങ്കുവെക്കും. എത്ര തീക്ഷ്ണതയോടുകൂടിയാണ് ആ മനുഷ്യൻ തൻ്റെ വലിയ ദൗത്യം ഏറ്റെടുത്ത് മുൻപോട്ട് നീങ്ങുന്നത്. പിന്നീട് അദ്ദേഹം ജപ്പാനിലേക്ക് തൻ്റെ ശുശ്രൂഷകളെ വ്യാപിപ്പിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ജപ്പാനുമായി ബന്ധപ്പെടാനുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നിയോഗം എന്ന വിധം ജപ്പാനിലേക്കും അദ്ദേഹം തൻ്റെ യാത്ര തുടരുന്നുണ്ട്. ഗോവയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായിട്ട് ഒരു 50,000 പേരെങ്കിലും മാമോദീസ സ്വീകരിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച തിരുസഭയുടെ മക്കളായി മാറി. ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ കുറഞ്ഞ ജീവിതത്തിനിടയിൽ, ഏതാനും നാളുകൾ നീണ്ട, ഏതാണ്ട് ഒരു 11 വർഷം, ഒക്കെ അതിൽ കൂടുതലൊന്നും കാണില്ല, അത്രയും വർഷങ്ങൾ നീണ്ട ഈ തീക്ഷ്ണമായ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ, ഈ മിഷണറി യാത്രയിൽ 3 ലക്ഷത്തോളം ആളുകൾ സുവിശേഷം സ്വീകരിച്ച് തിരുസഭയുടെ മക്കളായി മാറി. പിന്നീട് അങ്ങോട്ട് ചൈനയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് സേവ്യർ തൻ്റെ യാത്ര തുടരുന്നത്. ചൈനയിൽ സുവിശേഷം അറിയിച്ച് ചൈനയുടെ മാനസാന്തരം എന്ന ഒരു മഹത്തായ സ്വപ്നം മുമ്പിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്ത ഫ്രാൻസിസിന് അത് സാധ്യമാകുന്നില്ല. ദൈവം അവിടെ ഒരു വിരാമമിടാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഹോങ്കോങ്ങിന് 100 കിലോമീറ്ററോളം തെക്ക് ഭാഗത്തായിട്ടുള്ള സാൻസിയൻ ദ്വീപിൽ വെച്ച് അദ്ദേഹം ടൈഫോയിഡ് പിടിപെട്ട് നിത്യതയിലേക്ക് യാത്രയാകുന്നു. സാൻസിയൻ ദ്വീപിലെത്തുന്ന അദ്ദേഹത്തിൻ്റെ യാത്രയിൽ വലിയ ഗുരുതരമായി രോഗം പിടിപെട്ട് മരണത്തിന് കീഴടങ്ങുന്ന പുണ്യവാൻ്റെ ജീവിതം തമ്പുരാൻ്റെ കരങ്ങളിലെ ഒരു അത്ഭുതമായി മാറി. ടൈഫോയിഡ് പിടിപെട്ട് മരിച്ച ഫ്രാൻസിസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്റോണിയോ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നീട് അന്റോണിയോ ഫ്രാൻസിസിൻ്റെ ശരീരം തിരിച്ച് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിലും സാങ്കേതികമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഇന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്ത അന്നത്തെ സാഹചര്യത്തിൽ കപ്പൽ യാത്രയുടെ ബുദ്ധിമുട്ടുകളെല്ലാം അവിടെ ഉണ്ടാകുന്നു. ഏതാണെങ്കിലും അവിടെ തന്നെ ശരീരം അടക്കം ചെയ്തിട്ട് ജീർണിച്ച് ശരീരം മാറിക്കഴിയുമ്പോൾ അസ്ഥികളെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവിടെ തന്നെ ശരീരം അടക്കം ചെയ്യുന്നു. അപ്പോൾ ആരുടെയൊക്കെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അന്റോണിയോ തൻ്റെ സഹപ്രവർത്തകരോട് ചേർന്നുകൊണ്ട് ശരീരം അടക്കം ചെയ്യുമ്പോൾ ഒരു 3 ചാക്ക് കുമ്മായം കൂടി ഇട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അഴുകിയില്ലെന്നാകാൻ വേണ്ടിയിട്ട് അസ്ഥികൾ എടുത്തുകൊണ്ട് പോകാനുള്ള ആഗ്രഹത്തോടു കൂടി കുമ്മായം കൂടി ചേർത്തുകൊണ്ടാണ് അടക്കുന്നത്. അങ്ങനെ കുമ്മായം കൂടി ചേർത്തുകൊണ്ട് അടക്കി ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം ആ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൾ എടുക്കാൻ വേണ്ടിയിട്ട് കുഴിമാടം തുറക്കുമ്പോൾ കാണുന്നത് സജീവനായിട്ടിരിക്കുന്ന, പരിമളം പരത്തുന്ന, ശോഭയോടുകൂടി ഇരിക്കുന്ന, ജീവനോടുകൂടിയുള്ള പിതാവിൻ്റെ മുഖമാണ്. അത്ഭുതകരമായ ഒരു അടയാളം പോലെ അവരുടെ മുമ്പിൽ അത് പ്രകാശിച്ചു. തൻ്റെ സുവിശേഷ സന്ദേശത്തിൻ്റെ ജീവിക്കുന്ന അടയാളമായിട്ട്, പ്രഭാപൂരിതനായിട്ട് പുണ്യവാൻ്റെ ശരീരം കാണപ്പെട്ടു. വിസ്മയിപ്പിക്കത്തൊക്കെ ഈ സംഭവം അദ്ദേഹം തൻ്റെ ചുറ്റുമുള്ളവരോടൊക്കെ പങ്കുവെച്ചു. പിന്നീട് മലാക്കയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ അദ്ദേഹത്തിൻ്റെ ഈ സജീവ ശരീരം കൊണ്ടുപോകാനുള്ള അനുവാദം കിട്ടി. മലാക്കയിലെത്തി പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ ഈ പുണ്യശരീരം സംസ്കരിച്ചു. പിന്നീടൊരു 6 മാസത്തിന് ശേഷം
വീണ്ടും കുഴിമാടം തുറന്ന് നോക്കുമ്പോൾ അതുപോലെ തന്നെ സജീവമായിട്ട് ഈ ശരീരം കാണപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതിന് സംശയമില്ല. പിന്നീട് ശരീരം ഗോവയിലേക്ക് കൊണ്ടുവരുന്നു. 1552 ഡിസംബർ 3-ാം തീയതിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ മരിക്കുന്നത്. 1619 അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. 1622 പുണ്യവാൻ വിശുദ്ധൻ എന്ന നിലയിലേക്ക് തിരുസഭയാൽ ഉയർത്തപ്പെടുന്നു. ഗോവയിൽ, ഓൾഡ് ഗോവയിൽ ഇന്നും പുരാതന ബസിലിക്കായിൽ വിശുദ്ധൻ്റെ അഴുകാത്ത ശരീരം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സംരക്ഷിക്കപ്പെടുന്നു. ധാരാളം ആളുകൾ ഈ പുണ്യശരീരം ദർശിക്കുവാൻ വേണ്ടി ഒഴുകുന്ന നാളുകൾ. വർഷങ്ങൾ കൂടിയൊക്കെ പൊതുദർശനത്തിനായിട്ട്, പരസ്യ വണക്കത്തിനായിട്ട് ഈ ശരീരം വയ്ക്കുമ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഈ പുണ്യവാനെ ഓർമ്മിക്കാനും മധ്യസ്ഥം തേടാനും ആ മാതൃക സ്വീകരിക്കാനും മടങ്ങുവാനും വേണ്ടി ഗോവയിലേക്കൊക്കെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായ വിധം ദൈവം അനുഗ്രഹിച്ച ഈ പുണ്യജീവിതം അനേകായിരങ്ങൾക്ക് ആശ്വാസമായി മാറിയ വലിയ കൃപാവരങ്ങളാൽ നിറഞ്ഞിരുന്ന ഒരു ജീവിതമാണ് വിശുദ്ധൻ്റെത്. വിശുദ്ധൻ്റെ ഭാരതത്തിലെയും വിവിധ സ്ഥലങ്ങളിലെയും ശുശ്രൂഷ വഴികളിൽ അത്ഭുതങ്ങൾ അദ്ദേഹം ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. ധാരാളം രോഗശാന്തികൾ നൽകിയിട്ടുണ്ട്. അനേകായിരം ജീവിതങ്ങൾക്ക് അവരുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു കൊടുക്കുവാനുള്ള അത്ഭുതകരമായൊരു സിദ്ധി ഫ്രാൻസിസ് സേവ്യറിനുണ്ടായിരുന്നു. ആന്തരികമായ ഒരു കാഴ്ച അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പുണ്യവാന്റെ ജീവിതം അത്ഭുതകരമായ വിധം ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമായി മാറുവാൻ ദൈവം തിരുമനസ്സായി. ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലനായ ഈ മഹാവിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. ഇനി ആ ജീവിതത്തിൻ്റെ സുഹൃതങ്ങളിലേക്ക് നമ്മളൊന്ന് സാവധാനം കടന്നു ചെന്ന് നമ്മുടെ വ്യക്തിജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ധ്യാനപൂർവ്വം അവധാനപൂർവ്വം നമുക്ക് അല്പസമയം കൂടി ആയിരിക്കാം. ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആത്മാവിൻ്റെ വിലയറിഞ്ഞ മനുഷ്യനാണ്. അപ്പസ്തോലന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തീക്ഷ്ണതയോടുകൂടി സുവിശേഷം പ്രഘോഷിച്ച ഒരു വലിയ വിശുദ്ധൻ. പൗലോസ്ലീഹായുടെ തീക്ഷ്ണതയോടുകൂടി ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിക്കുകയായിരുന്നു. ആത്മാവിൻ്റെ വിലയറിഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ശരിയായ അക്ഷരാർത്ഥത്തിൽ തന്നെ അങ്ങനെയാണ്. ഇഗ്നേഷ്യസ് ലോയോളയിലൂടെ കർത്താവിൻ്റെ വചനം ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. മർക്കോസിൻ്റെ സുവിശേഷം 8:36 തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്: ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്തു പ്രയോജനം? ആഴമായൊരു ആത്മാവബോധത്തിലേക്കാണ് ഈ തിരുവചനം ചെന്നെത്തുന്നത്. ഈ ഒരു തിരിച്ചറിവിലേക്ക് പുണ്യവാന്റെ ജീവിതത്തിലേക്ക് ആഴത്തിൽ കടന്നു വരുന്നതിന് ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം മറ്റൊന്നുമല്ല. ഈശോ താൻ ആരാണെന്ന ചോദ്യവുമായിട്ട് ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുന്ന വേളയിൽ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പത്രോസിൻ്റെ മറുപടിയിൽ നീ ക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് എന്ന കാര്യം പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് പത്രോസ് ഈശോയെ ഉപേക്ഷിച്ച് പറഞ്ഞുകൊണ്ട്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച്, താൻ അനുഭവിക്കാനിരിക്കുന്ന വലിയ കുരിശുമരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന വേളയിലാണ് ഹൃദയത്തിൽ ഒരു സ്നേഹത്തോടു കൂടി ആവണം. തീർച്ചയായിട്ടും പത്രോസ് മാനുഷികമായ രീതിയിൽ ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയും. തടസ്സം പറയുന്ന പത്രോസിനെ ഈശോ ശാസിക്കുന്നത് സാത്താനെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ മാറി നിൽക്കാൻ പറയുന്നു. അതിനുശേഷം ഈശോ തുടരുകയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ശൈലികളെക്കുറിച്ച്.
ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ചതിൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ജീവൻ്റെ വിലയെക്കുറിച്ച്, ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച്, ആത്മാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഈശോ പറയുന്നത്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായിട്ട് ഒരാൾക്ക് എന്ത് കൊടുക്കാനാവും? ഈ ഒരു വലിയ വചനത്തിൻ്റെ ശക്തി ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ലോകത്തിലെ വലിയ പ്രേക്ഷിതനായിട്ട്, പ്രേക്ഷിതരുടെ മധ്യസ്ഥനായിട്ട് 10-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. പലപ്പോഴും നമ്മളൊക്കെ ആത്മാവിൻ്റെ വില അറിയാത്തവരാണ്. മനുഷ്യനെ വേണമെങ്കിൽ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് കാണാനും തരംതിരിച്ച് ചിന്തിക്കാനും പറ്റും. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് തരംതിരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ എളുപ്പത്തിന് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ശരീരം അത് വളരെ ശ്രേഷ്ഠമാണെന്ന രീതിയിൽ നമ്മളൊക്കെ അതിന് വേണ്ടതെല്ലാം ചെയ്യും, അതിനെ പരിപോഷിപ്പിക്കും, അതിനാവശ്യമുള്ളതെല്ലാം കൊടുക്കും. സുഖഭോഗങ്ങളിൽ നമ്മൾ ഏതെല്ലാം തരത്തിൽ അഭിരമിക്കാമോ അതിനൊക്കെ വേണ്ടി ആഗ്രഹിക്കും. അങ്ങനെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പോഷണത്തിനും വേണ്ടി ചെയ്യുന്നതിൻ്റെ അനുപാതം വളരെ കൂടിയിരിക്കുകയും മനസ്സിൻ്റെ പക്വതയ്ക്കും മനസ്സിൻ്റെ പാകതയ്ക്കും വേണ്ടിയിട്ട് അത്രയും ചെയ്യാതിരിക്കുകയും ആത്മാവിൻ്റെ കാര്യത്തിൽ തീരെ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അപകടം നിറഞ്ഞ അവസ്ഥ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. ഡോക്ടർ എർസുലം ബിനെ എന്ന് പറയുന്ന ശ്രദ്ധേയനായ ഒരു സൈക്കോളജിസ്റ്റും ആത്മീയ ചിന്തകനും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു അനുപാതമുണ്ട്. ഒരു 30% ഫിസിയോളജിക്കൽ എനർജി, ശാരീരിക ജീവശക്തി, 30% മാനസിക ജീവശക്തി, 40% ആത്മീയ ജീവശക്തി. സമഗ്രമായ പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിന് ഈ ഒരു അനുപാതം ആവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ശാരീരിക ജീവശക്തിയും മാനസിക ജീവശക്തിയും കൂടി ചേരുമ്പോൾ 60% ആകും. പിന്നെയുള്ള ഏറ്റവും വലിയ പങ്ക് 40% ആത്മീയതയ്ക്കാണ്. അപ്പോൾ ആത്മീയതയ്ക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിൽ, പാകതയിൽ, പക്വതയിൽ അർത്ഥപൂർണമായിട്ട് അവൻ്റെ അസ്തിത്വത്തെ, അവൻ്റെ സ്വത്വത്തെ അവൻ കണ്ടെത്തുന്നതിനും ജീവിക്കുന്നതിനും ഈ ഒരു കൃത്യമായ അനുപാതം ജീവിതത്തിൽ സൂക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വളരെ സത്യസന്ധമായ ഒരു നിരീക്ഷണം തന്നെയാണത്. പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആത്മീയതയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്തുമാത്രമുണ്ട്. ശാരീരിക വളർച്ച കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിലും ശാരീരികമായ പോഷണം, ഭൗതികമായ കാര്യങ്ങൾക്കുള്ള ശ്രദ്ധ, അതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം ആവശ്യമായിരിക്കുന്നുവെങ്കിൽ പോലും ഇതിൻ്റെ അനുപാതങ്ങളിൽ അപകടകരമായ ഒരവസ്ഥയുണ്ട്. ബാക്കിയൊക്കെ അവഗണിക്കുന്നു. മാനസിക വളർച്ചയുടെയും പക്വതയുടെയും കാര്യത്തിലും വേണ്ടത്ര ശ്രദ്ധയില്ല. അതിനോട് വളരെ ചേർന്ന് പോകുന്നതാണ് ആത്മീയത എന്ന് പറയുക. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് വചനം ശ്രവിക്കുന്ന, ധ്യാനിക്കുന്ന, വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു ശൈലി, വിശ്വാസത്തിന്, വിശ്വാസ പരിശീലനത്തിന്, കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൈമാറുന്നതിനൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം പലതുകൊണ്ടും വളരെ ഇല്ലെന്നായിരിക്കും. അതുകൊണ്ട് ആത്മീയത ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ, അസ്തിത്വത്തെ വളരെ നിർണായകമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണെന്ന കാര്യം മറക്കാൻ പാടില്ല. കൃത്യമായിട്ട് ഈ മേഖലയിൽ ചില തിരുത്തലുകൾ വരുത്താൻ, ചില ബോധ്യങ്ങൾ ഉണ്ടാവാൻ നമുക്ക് സാധിക്കണം. ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിൽ തീക്ഷ്ണമായ ഒരു പ്രേക്ഷിത ശൈലി നമ്മൾ കാണും. ഹൃദയത്തിൽ അഗ്നി ഉജ്ജ്വലിക്കുന്ന ഒരു മനുഷ്യൻ, കാലുകളിൽ ചിറകുകളുള്ളൊരു മനുഷ്യൻ. ഹൃദയത്തിൽ അഗ്നിയും കാലുകളിൽ ചിറകുകളുള്ളൊരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹം പറന്നു നടന്ന് കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം കൊടുക്കുന്നത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലന്റെ തീക്ഷ്ണത. ക്ലേശമോ ദുരിതമോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ഒന്നിനും മിശിഹായിലുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്ന് റോമാലേഖനത്തിലൂടെ പറയുന്ന പൗലോസ് അപ്പോസ്തലന്റെ ആ തീക്ഷ്ണത, ഇതാണ് ഫ്രാൻസിസിനെ നയിച്ചത്. തീക്ഷ്ണതയോടുകൂടി കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരവസ്ഥ, എല്ലാം തമ്പുരാന് വിട്ടുകൊടുക്കുന്ന അവസ്ഥ. നിധി കണ്ടെത്തിയ മനുഷ്യനാണ് അദ്ദേഹം. ജീവിതത്തിൽ നിധി കണ്ടെത്തിയ മനുഷ്യൻ, അതിൻ്റെ അർത്ഥം കണ്ടെത്തിയ മനുഷ്യൻ, എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രതാപവും സൗകര്യവും സാധ്യതകളും അങ്ങനെയുള്ള ഭൗതികമായ വളർച്ചയുടെ സമസ്ത മേഖലകളെയും ഉച്ചിഷ്ടം പോലെ കരുതിക്കൊണ്ട് തമ്പുരാന്റെ വിളി കണ്ടെത്തിയ മനുഷ്യൻ, നിധിപ്പറമ്പ് വാങ്ങിച്ച മനുഷ്യനെ പോലെ. കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്ന ശ്രദ്ധേയമായ ഒരു ഉപമയാണല്ലോ, തനിക്കുള്ളതെല്ലാം വിറ്റ് നിധിയുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ നിധിപ്പറമ്പ് വാങ്ങിക്കുന്നു. നിധിപ്പറമ്പ് വാങ്ങിക്കുന്ന മനുഷ്യന് വലിയ സന്തോഷമാണ്. കാരണം അവിടെയാണ് നിധിയുള്ളത് എന്ന് അയാൾക്കറിയാം. താൻ കൊടുത്തത്, താൻ വേണ്ടെന്ന് വെച്ചത് വളരെ നിസ്സാരമാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. ഇങ്ങനെ നിധിപ്പറമ്പെന്ന് പറയുന്ന ആ വലിയ ദൈവിക അനുഭവം, ദൈവത്തെ, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തെ കണ്ടുമുട്ടിയ മനുഷ്യന്, അല്ലെങ്കിൽ ഈശോ മിശിഹായെ കണ്ടുമുട്ടിയ മനുഷ്യന് യഥാർത്ഥത്തിൽ എല്ലാം ഉണ്ട്. ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യന്, കപ്പൽ ജോലിക്കാരൻ, എഞ്ചിനീയറായിരുന്നൊരു മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ കണ്ടുമുട്ടി. ജീസസ് വാസ് ടച്ച്ഡ് ടു മീ,
എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടു കൂടി അദ്ദേഹം ഇന്നും കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടിയ ഇതുപോലെ ഉള്ള മനുഷ്യർ ഇന്നും സഭയിൽ ജീവിക്കുന്ന സാക്ഷികളായി മാറുന്നു. കർത്താവിനെ കണ്ടുമുട്ടുക, അവൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി മാറുക, അവന് വേണ്ടി തീക്ഷ്ണതയോടെ ജീവിതം അർപ്പിക്കുക, ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ അടിസ്ഥാനപരമായ ഒരു ബോധ്യമായിട്ട് മാറണം. ഇത് സാധ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ, നാം ജീവിക്കുന്ന ഇടങ്ങളിൽ എവിടെയായിരുന്നാലും ഈശോയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറയാത്ത ഒരു ദിവസം എനിക്കുണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധപൂർവ്വം നിശ്ചയിച്ച ഒരു സുഹൃത്തിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്നൊരു ദിവസം സംസാരിച്ചില്ലെങ്കിൽ അത് നഷ്ടമായത് ചിന്തിക്കുന്നത്. ഒരു നന്മയെങ്കിലും ചെയ്യാത്ത ജീവിതം നഷ്ടമാണെന്ന് പറയുന്നതിനും തുല്യമായ മറ്റൊരു ആശയമാണത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ഈശോയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ, ഈശോ എനിക്ക് തന്ന വിശ്വാസത്തിൻ്റെ സ്നേഹാനുഭവങ്ങൾ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പറയാൻ, അതൊന്നും കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയെടുക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് വരട്ടെ നമ്മുടെ സംസാരങ്ങളിൽ ഈശോയെക്കുറിച്ചൊരു വാക്ക്, അതല്ലെങ്കിൽ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും സ്നേഹത്തിൻ്റെ ഒരു വാക്ക്, നന്മയുടെ, സുഹൃതത്തിൻ്റെ ശൈലികൾ, ഇതൊക്കെ ഓരോ ദിവസത്തെയും അലങ്കരിക്കണം. അങ്ങനെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തീക്ഷ്ണതയുള്ള ജീവിതം നമ്മളെയും സ്വാധീനിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ ഒരു പൂമഴ പോലെ അത് നമ്മുടെ ജീവിതത്തെ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ഈ പുണ്യവാന്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വിശുദ്ധ പുഷ്പത്തെ അതിൻ്റെ സമഗ്രതയിൽ കണ്ട് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിയാം. നല്ല ദൈവമേ, ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലനായി തീക്ഷ്ണമതിയായ വലിയ വിശുദ്ധനെ ഞങ്ങൾക്ക് നൽകിയല്ലോ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ. ഹൃദയത്തിൽ അഗ്നി ഉജ്ജ്വലിച്ചിരുന്ന വലിയ പ്രേക്ഷിതൻ ഞങ്ങളുടെ ജീവിതത്തിന് ശക്തമായ മാതൃകയായി മാറിയിരിക്കുന്നു. നല്ല ദൈവമേ, ആ വിശുദ്ധനിലൂടെ ഭാരതത്തിൻ്റെ മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ, അങ്ങയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് തീക്ഷ്ണതയോടെ വചനം പങ്കുവയ്ക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങേക്ക് ജീവിത സാക്ഷ്യം നൽകിക്കൊണ്ട് അർത്ഥവത്തായ ഞങ്ങളുടെ ഈ ഒറ്റ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉജ്ജ്വലിക്കുവാൻ, തിരുസഭയിൽ അങ്ങേക്ക് ജീവിത സാക്ഷ്യമായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഭാരതത്തിന് വേണ്ടി അവിടുത്തെ കൃപാവരങ്ങൾ ധാരാളമായി അങ്ങ് ചൊരിയണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.